ഹായ്. ഇന്ന് ബുധനാഴ്ചയാണ്, നാളെ മറ്റന്നാള് ഓണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇപ്പോഴേ പറയട്ടെ. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കണ്ണൂർ പോകുന്നത് എടുത്തിന്, എന്നാലും കുറച്ചുകൂടി ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് പോകുമ്പോണ്ടല്ല, നമ്മൾ ഷോപ്പിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാം ഓണത്തിനും പിന്നെ ഇടക്കിടക്ക് വരുന്നൊരു ഗസ്റ്റാണ്. വരുമ്പോഴെല്ലാം എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരുക, ചെറിയ സമ്മാനം നല്ല കൊണ്ടുവരുക. അതിൽ ആളെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട നാണേച്ചി. നമ്മളെ നാട്ടുകാർക്കൊക്കെ സുപരിചിതരാണ്. ആള് സ്ഥലം നാണേച്ചിന്റെ ആ സ്ഥലത്ത് എന്താ പറയാ, കരിങ്കക്കുഴിയാണ്. സ്ഥലർക്കൊന്നും ആവാത്തുള്ളവർക്കെല്ലാം നാണേച്ചി ഫേമസ് ആണ്. പിന്നെ എല്ലാവർക്കും നല്ലത് നമ്മളെ ഷോപ്പിൽ കേട്ടാ ബസ്സിലെ നാണേച്ചിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാം. പിന്നെ നാണേച്ചി വലിയൊരു കൃഷിക്കാരിയാണ് അല്ലേ? അതല്ല അവാർഡൊക്കെ കിട്ടില്ലേ നാണേച്ചി? എന്തിനുള്ള അവാർഡല്ലേ കിട്ടിയേ? നെൽകൃഷി കിട്ടി, പച്ചക്കറിക്ക് കിട്ടി, പാടശേഖര സമിതിക്ക് കിട്ടി. പിന്നെ പിന്നെ മത്സരത്തിനെല്ലാം കിട്ടും. പാട്ടിന് കിട്ടും, ഓലമടിയിൽ കിട്ടും, കല്ലുകെട്ടി പാത്രത്തിന് കിട്ടും, കസേലക്കളിക്ക് കിട്ടി. ആള് പറയുന്ന കേട്ടല്ലോ, 2 വർഷം മുമ്പ് അത് ഉള്ള കഥയാണ്. നാണേച്ചിയുടെ ചെറുപ്പത്തിലുള്ള കഥയല്ല, പാട്ട് മത്സരം. പിന്നെ എപ്പോ? 1 വർഷം മുമ്പ്. 1 വർഷം വെയിലുള്ള സമ്മാനം കിട്ടിയത് ട്രോഫി കണ്ടാ. നാണേച്ചി പാട്ട് പാടിയിട്ട് സമ്മാനമായിട്ട് കസേരക്കളി കളിച്ചിട്ട് സമ്മാനം. അത് ഈ പ്രായത്തിൽ തന്നെ കസേരക്കളി. പിന്നെന്തല്ലോ കണ്ണുകെട്ടി ഓടല്. ഞാൻ പറഞ്ഞില്ലേ, നാണേച്ചി ഇപ്പൊ ആക്റ്റീവ് ആണ്. എനിക്കൊന്നാ നമ്മളെ ചെറുപ്പക്കാരികൾക്കൊരാ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. നാണേച്ചിക്ക് ഇപ്പൊ വയസ്സത്രേ? 80 കഴിഞ്ഞു. പക്ഷെ ഇപ്പം വയലിൽ പോക്കുണ്ടോ? അതൊക്കെണ്ടാ നാണേച്ചി? ഞാൻ പോലെ ഇപ്പൊ വയലിൽ പോയിട്ട് കൊത്തിയിട്ട് വരുവേ. ശ്രീനക്കൊന്നും നടക്കാൻ കഴിയില്ല ഇന്ന് നേരം കൊണ്ടോ. വാഴ നട്ടിട്ട് വരുന്നു. എന്ത് വാഴ? നേന്ത്രവാഴയാ? എന്നിട്ട് നാടൻ വാഴ നട്ടിട്ട് വരുമെന്ന് നാണേച്ചി ഈ 80ാമത്തെ വയസ്സിലും. അപ്പോ 80 കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയാല, നാണേച്ചി ചില്ലറക്കാരിയല്ല, എന്നും എടുക്കണല്ലേ. അപ്പൊ ഇത് നാണേച്ചി വന്നിരുന്നറിയോ, അതാ എനക്ക് ഓണത്തിന് കുറച്ച് സമ്മാനം. അതല്ല നാണേച്ചി, നാണേച്ചി സാറിന് മുമ്പെല്ലാം പച്ചക്കറി, ചീര, അങ്ങനെ എന്തെല്ലാം പയറ് എല്ലാം കൊടുത്തരും. അതല്ലേ മക്കള് കണ്ടത്ത് പോണ്ടെന്ന് പറയാ. എന്നാലോ കണ്ണു തെറ്റിയാ ഓടും കണ്ടത്തേക്ക്. എന്നിട്ട് കൃഷിയാണ്. മോൻ കാലമ്പ് മലപ്പ എടുത്തില്ല, അവിടെ ഹിന്ദിക്കാരെ കൂട്ടി പണി വേഗം തീർത്ത്. അപ്പോ ഞാൻ പറഞ്ഞേ, നാണേച്ചിനെ പോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില് നാണേച്ചി ഉള്ളൂ. എനിക്ക് വേറെ ഇതുപോലെ ഒരു നാണേച്ചി ഉണ്ടാവില്ല. കൃഷി ചെയ്യുന്ന, ഓടിക്കളിക്കുന്ന, പാട്ട് മത്സരത്തിന് പോകുന്ന, കസാരക്കളി കളിക്കുന്ന നാണേച്ചി ഈ പ്രായത്തില്. ഓണമടയിലും സമ്മാനമുണ്ട്. അതെയാ? പിന്നെ വെറുതെ നാണേച്ചി പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചില്ല? ന്യായവീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പരിപാടി, സ്റ്റേജ് പരിപാടി എവിടെയെങ്കിലും പോകും. മക്കളെപ്പോഴാണ് ഓട്ടം ചാട്ടല്ലോ, ചെറിയ മക്കളെ. നാണേച്ചിനെ പറ്റി പറഞ്ഞ തീരുന്നുണ്ട്. കഥ അത്രപ്പാറുണ്ട്. കാരണം പണ്ട് വരുമ്പോ നാണേച്ചി പഴയ കഥകൾ മുതൽ ഇപ്പോഴത്തെ കഥകളും പറയുന്നത് കൊണ്ടല്ല എനിക്കിങ്ങനെ അത്ഭുതമാണ്. അതായത് അനങ്ങാണ്ട് നിൽക്കുന്ന പരിപാടിയില്ല. ഇപ്പൊ ഓട്ടോ ചാട്ടാ നിനക്ക് തോന്നുന്നത്. നമ്മള് പൊതുവേ പെണ്ണുങ്ങന്മാർക്കെല്ലാം വെച്ചാല് ഒരു പ്രായം കഴിയുമ്പോ കാലുവേന നടുവേന എല്ലാം വരാനുള്ള അതെന്ന് വെച്ചാല് അനങ്ങാണ്ടിരിക്കുന്നുണ്ടാ. നാണേച്ചി അനങ്ങാണ്ടിരിക്കലില്ല. നമ്മളെ വീട്ടിൽ അമ്മ ഒരു വയസ്സായിനൊന്നും ചെയ്യണം ജനങ്ങാണ്ട് കഴിയാ. പക്ഷെ നാണേച്ചി ഞാൻ എന്റെ വീഡിയോ പറയലുണ്ട് കേട്ടാ. അനങ്ങാണ്ട് എന്ന് കഴിഞ്ഞാല് മുട്ടുവേദന, വെരിക്കോസ് വേദന വരും. അതുകൊണ്ട് സ്കോട്ട് അടിക്കണമെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ എപ്പോൾ പറയലുണ്ടല്ല. ഇതാ അതിന്റെ ഉദാഹരണമാണ് നാണേച്ചി. നാണേച്ചി അനങ്ങാണ്ട് എന്നാലും മുട്ടുവേദനയും കാര്യമെല്ലാം വരുവാ അല്ലെ? ഇല്ല ഒരു കുഴപ്പമില്ലല്ലോ. കണ്ട എത്രത്തോളം അധ്വാനിക്കുന്നോ അത്രത്തോളം ആരോഗ്യം. ഞാൻ എന്റെ അമ്മയുണ്ടല്ലോ ചിലപ്പോ കമ്പനി ബസ് ഇറങ്ങും. എന്റെ ഒരു മോനെ കൂട്ടാൻ പോകുന്ന ഞാൻ കൂട്ടാൻ പോകില്ല. ഞാൻ അമ്മയോടൊന്നും പറയാ കുറച്ച് നടക്കമ്മേ. കാരണം അമ്മ നല്ല വയസ്സായി, തീരെ നടക്കാത്തോണ്ട് കാലുവേനയാന്നുണ്ട്. അമ്മനെ നടത്തിക്കും. അതുപോലെ നാണേച്ചി ഇങ്ങനെ അതാ മോൻ അനങ്ങാണ്ടിക്കെന്ന് പറഞ്ഞാലോ നാണേച്ചി ഓടും. നേരെ വെച്ചാൽ അന്നമ്മയുടെ അനങ്ങാണ്ടിക്ക് പറഞ്ഞാൽ പിന്നെ അനങ്ങൂല. അതുകൊണ്ട് ഞാൻ അമ്മ നല്ലോണം നടത്തിക്കും. ഒരുപാട് വയലിലെ കഥകളുണ്ട്, ഒരുപാട് വിത്തിനെ പറ്റി പറയലുണ്ട് നാണേച്ചി. പിന്നെ കൃഷിനെ പറ്റി പറയലുണ്ട് നാണേച്ചി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ
വലിയ അറിവിന്റെ അനുഭവത്തിന്റെ വലിയൊരു സമ്പത്താണ് നമ്മുടെ സ്വന്തം നാണേച്ചി. അപ്പൊ നാണേച്ചി ഇന്ന് എന്താ സമ്മാനം കൊണ്ടെന്ന് അറിയില്ല. എന്താ നാണേച്ചി പയറ് ചെറുപയറ് അങ്ങനത്തെ ഉഴുന്ന് തരക്കലരി നാരങ്ങ ചക്കപ്പായസത്തിന് നാണേച്ചി സ്വന്തം അല്ല ഇത് കൃഷിയുള്ള സ്വന്തം അല്ലേ ഉഴുന്നല്ലോ ഉഴുന്ന് കൃഷി നോക്കിയാട്ടെ നമ്മളെ വീട്ടില് കുറച്ച് പച്ചക്കറിയെല്ലാം ഉണ്ട് പക്ഷെ ഉഴുന്ന് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നാടേച്ചി ഉഴുന്നും ഈ പരിപാടി എല്ലാം ഉണ്ട് കേട്ടാ. അത് ശരി. എന്നാ നാണേച്ചിന്റെ ഗിഫ്റ്റ് വാങ്ങി നിനക്ക് കണ്ണൂരും പോണം. അപ്പൊ ഇത് ഓണത്തിന് നാണേച്ചിന്റെ സമ്മാനം സ്വീകരിക്കാം കേട്ടാ. അപ്പൊ ഇതാ നാണേച്ചിന്റെ സമ്മാനം കേട്ടാ. എത്രയോ പ്രാവശ്യം നാണേച്ചി ഇതുപോലെ കൂട്ടിത്തരും കേട്ടോ ഓരോന്നോരോന്ന്. അപ്പൊ ഇതാണ് നാണേച്ചി ഞാനൊരു കയ്യിൽ അങ്ങോട്ട് എടുക്കുന്നത് പറഞ്ഞ. അപ്പൊ നാണേച്ചിക്ക് ചെറിയൊരു കയ്യിൽ അത് സാരില്ല ഓണായിരുന്നു കൈനീട്ടാണോ അത് കുഴപ്പമില്ല. ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട നാണേച്ചി. മനസ്സിലായ ആളെ പറ്റി അതല്ലേ നാണേച്ചി നമ്മളിപ്പോ 10-20 വർഷമായി തോന്നേ കുറേ ആയി. 20 പോണ്ടായി 24 എന്നേ വരുന്നതാണ് ചേച്ചി രണ്ടു മൂന്ന് ഷോപ്പറുണ്ട്. നാണേച്ചിക്ക് ഷോപ്പർ അത്യാവശ്യം അറിയാവാ. നാണേച്ചി ഒരുപാടൊക്കെ പച്ചക്കറി കൊണ്ടു കൊടുക്കുക. ആരും ഷോപ്പർ തിരിച്ചു കൊടുക്കൂല. എടാ ഞാൻ മാത്രമാണ് ഒന്ന് വെച്ചാൽ ഷോപ്പർ അടക്കം കൊടുക്കും. അത് കുറച്ചുകൂടി കുറച്ചുകൂടി ആ ചെറുതും എടുത്തോട്ടെ ചെറിയ ഷോപ്പർ. ഇതെല്ലാരും കാണും. നാണേച്ചിന്റെ വീട്ടില് വല്ല പഴക്കൊല ഒന്നും കുത്തിയിരുന്ന കണ്ടല്ല കുറച്ച് നാട്ടുകാർക്ക് മുഴുവൻ സപ്ലൈ ചെയ്യാനാണ് നാണേച്ചിന്റെ പരിപാടി. സഞ്ജീത ഈ സഞ്ജീവ് ഉണ്ട് ഈ സഞ്ജീവ് കേട്ടാണ് നമ്മളെ ഷോപ്പർ ഉണ്ടല്ലേ. വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും. നാണേച്ചി നമ്മളെ ക്യാപ്ഷൻ എന്ന് പറയണ. അപ്പൊ നാണേച്ചി നമ്മളൊരു മത്സരം നടത്തുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മളെ ക്യാപ്ഷൻ പറയണം നല്ല വൃത്തിക്ക്. വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ട്. അങ്ങനെയല്ലേ പറയണത്. ജീസസ് ഗോഡ് കമ്പിൽ വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും അത്രേ പറയുന്നത്. ഓക്കെ അല്ലേ. ജീസസ് ഗോഡ് കമ്പിൽ വന്നവർ വീണ്ടും വരും വരാത്തവർ നമ്മളെ തേടി വരും. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ജീസസ് ഗോഡ് കമ്പിൽ വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും. ഓണത്തിന് ഓണപ്പാട്ട് മതി. ആയിക്കോട്ടെ 2 വരി നാണേച്ചിന്റെ പാട്ട്. കൈവിട്ടപ്പോ അടിപൊളി. അല്ല ഈ മത്സരത്തിൽ ജയിച്ച ഒരു പാട്ടില്ല അത് പറഞ്ഞാല് അത്ര 2 വരി പാടില്ല. ഓക്കെ. ഉറക്കത്ത് സ്വപ്നവും കണ്ടു ഇതിനിടയ്ക്ക് നാളേച്ചി വേറൊരു സാധനം കൂടി കൊണ്ടുവന്നിട്ടുണ്ടാ. ഇതെന്താ ഇത് ഇന്നത്തേക്കുള്ള കറിയല്ലേ നാളേച്ചി? ചക്കപ്പായസം നാരങ്ങക്കറിയും നാണേച്ചി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറയില്ല മുന്നേ ഇതുപോലെ കുറെ ഒക്കെ കൊണ്ടുവന്നിട്ടില്ല. മുന്നേ കൊണ്ടുവന്ന എന്തോ ഒരു പായസം കൊണ്ടുവരാം. അടിപൊളി പായസം കേട്ടാ. അതുപോലെ നാരങ്ങക്കറിയും ചക്കപ്പായസം പൊളിക്കും. പിന്നെ നാണേച്ചി നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് സ്വർണ്ണം വാങ്ങിനെ. നാണേച്ചി എന്നറിയാം വയലിൽ പണിയെടുക്കും എന്നിട്ട് അതെല്ലാം പിറ്റിട്ടാകുമ്പോ സ്വർണ്ണം വാങ്ങും എന്നിട്ട് മക്കൾക്കെല്ലാം കൊടുക്കലാ പണി. എന്നിട്ട് ഞാൻ പറയും നാണേച്ചി പായസമില്ല നിങ്ങൾക്ക് കുറച്ച് വേണ്ട ഇങ്ങനെ കൊടുക്കല്ലാന്ന് പറയും. ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുക സ്വർണ്ണം കൊടുക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത്ര പ്രായമില്ല നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തരുമല്ലോ എവിടെയാ ഞാൻ പറയില്ലേ. നാണേച്ചൊരു അങ്ങനൊന്നും വേണ്ട ആരെയും ഉള്ളത്തോളം ഞാൻ പണിയെടുക്കും എന്നിട്ട് മക്കൾക്കെല്ലാം വേണ്ടിയിട്ട് സമ്മതിക്കുക. ബാക്കിയെല്ലാം എല്ലാവർക്കും കൊടുക്കും. അതാണ് നാണേച്ചിന്റെ സമ്പാദ്യം. സ്നേഹം മതി സ്നേഹം. നാലാള് കൂടുന്ന കൂട്ടത്തിൽ നല്ല സന്തോഷത്തിൽ ജീവിക്കാം. അതുകൊണ്ട് നാണേച്ചി വന്നോണ്ട് ഇന്ന് എല്ലാരും ഒരു ഊർജ്ജമായി കേട്ടോ അല്ലേ സുരേഷ? എല്ലാരും കൊറേ തമാശ എല്ലാം പറഞ്ഞ് ചിരിച്ച് നല്ല ഉഷാറായി നമുക്ക് ഓണം അല്ലെ
ഗംഭീര ഓണായിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഏതായാലും എനിക്ക് കണ്ണൂർ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുക. പിന്നെ നാണേച്ചിക്ക് നാട്ടിൽ പോയിട്ട് ഒരുപാട് സേവന പ്രവൃത്തികൾ പിന്നെ കൃഷിയൊക്കെ ശ്രദ്ധിക്കാണ്ട് അവിടെ മതിയാക്കല്ലേ നാണേച്ചി? എന്നാ പിന്നെ ഒരു കാര്യം, ഒരു ഹാപ്പി ഓണം പറയാം എല്ലാവർക്കും ഒരുമിച്ച്. ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? റെഡി 1 2 3 ഹാപ്പി ഓണം.